ഗൈസ്, സ്നേഹ ഹൗസ് ആണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും തെറ്റിക്കുന്ന ഒരു സംഭവമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. നോക്കിക്കേ, തു തും ആപ്പ് എന്ന് പറയുന്നതിൻ്റെ പ്രയോഗം. ഇത് പലപ്പോഴും എല്ലാവരും തെറ്റിച്ച് കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, തൂവിൻ്റെ അർത്ഥം എന്താണ് ഇംഗ്ലീഷിൽ? യു എന്ന് പറഞ്ഞാൽ യു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തുമ്മെന്ന് വെച്ചാലും യു തന്നെയാണ്, ആപ്പ് എന്ന് വെച്ചാലും യു തന്നെയാണ്. പക്ഷേ ഇത് ഹിന്ദിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരേപോലെയാണോ? അല്ല, ഇവിടെയാണ് നമ്മുടെ തെറ്റ് വരാറ്. നോക്കിക്കേ, ഈ തൂ എന്ന് വെച്ചാൽ മലയാളത്തിൽ ഒരുപാട് നമുക്ക് വ്യത്യാസം മനസ്സിലാവും, പക്ഷേ ഇംഗ്ലീഷിലാണ് തീരെ മനസ്സിലാവാത്തത് അല്ലേ. അപ്പോൾ നോക്കുക, ഈ റെസ്പെക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ കിടക്കുന്നത് കേട്ടോ. ക്ലിയർ ആക്കി തരാം, ശ്രദ്ധിച്ചേ. തു എന്ന് വെച്ചാൽ എന്താണ്? നീ എന്നുള്ള അർത്ഥമൊക്കെ ആക്കാൻ യു എന്നുള്ള അർത്ഥം തന്നെയാണ് അല്ലേ. പക്ഷെ ഈ തു എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതായത് തു നീ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ ഉപയോഗിക്കാന്നറിയോ? നമ്മളെക്കാൾ ചെറുതായിരിക്കണം, അതായത് നമ്മളെക്കാൾ ചെറുതായിരിക്കണം. അപ്പം അത്ര റെസ്പെക്റ്റ് ഒന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്ത് ചെയ്യണം? തു നീ എന്ന് പറയില്ലേ. തു അഹാ ജാവോ, നീ അവിടെ പോയിക്കോ എന്ന് പറയല്ലേ. തു എന്ന് പറഞ്ഞാൽ അത്ര റെസ്പെക്റ്റ് ഒന്നും കൊടുക്കണ്ട. അപ്പം റെസ്പെക്റ്റ് കുറച്ചിട്ട് നമുക്ക് നമ്മളെക്കാൾ ചെറിയ ആൾക്കാരെ വിളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്? തു എന്ന് പറയുന്നത്. അപ്പം ഹിന്ദിയിൽ റെസ്പെക്റ്റ് ആണ് ഇവിടെയൊക്കെ വ്യത്യാസം വരുത്തുന്നത് കേട്ടോ. അപ്പം നോക്കണം കേട്ടോ. തും പറഞ്ഞു. ഇനി തും എന്ന് പറയുന്ന സംഭവം നമ്മൾ ആരെ പറയാനോ ഉദ്ദേശിക്കുന്നത് അറിയോ? നമ്മൾ ഈക്വൽ, അതായത് നമ്മുടെ ഫ്രണ്ട് ആവട്ടെ, അതായത് നമ്മുടെ എന്താണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ. അപ്പം മക്കളുടെയൊക്കെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് എന്ത് പറയാം? തും, നിങ്ങൾ എന്ന് ഉപയോഗിക്കുക. എന്താണ്? തും എന്താണ്? തും ഇതർ ബൈട്ടോ, നീ ഇവിടെ ഇരിക്കി എന്നൊക്കെ പറയാം. തും എന്ന് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്താണ്? അത്ര നമ്മൾ ഈക്വൽ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം. മറ്റേതെന്താണ്? തു ചെറുത്, ഇതെന്താണ്? തും നമ്മൾ ഈക്വൽ ആയിട്ടുള്ള റെസ്പെക്റ്റ് കൊടുക്കുന്നു. ഇനി നമ്മളെക്കാൾ വലിയ ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെന്ത് വിളിക്കരുത്? തു എന്നും വിളിക്കരുത്, തും എന്നും പറയാൻ പാടില്ല. ആപ്പ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. എന്താണ്? താങ്കൾ എന്നാണ് ആപ്പ് എന്ന് റെസ്പെക്റ്റ്, നല്ല റെസ്പെക്റ്റോട് കൂടി നമ്മൾ സംസാരിക്കുമ്പോഴെന്താണ്? ആപ്പ് എന്ന് വേണം ഉപയോഗിക്കാൻ. ആപ്പ് യഹാം ബൈഠ് ദീജിയേ എന്താണ്? നിങ്ങൾ ഇവിടെ ഇരിക്കൂ. വളരെ പൊളൈറ്റായിട്ട്, വളരെ റെസ്പെക്റ്റോട് കൂടി നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് ആപ്പ് എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിക്കുന്നത്. ഓക്കെ, ആ ഒരു വേർഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ മക്കൾ സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് എന്താണ്? തുമ്മാരാ നാം ക്യാ ഹേ. നമ്മളോട് ഈക്വൽ ആയിട്ടുള്ള ഒരാളെ നമുക്ക് എന്ത് ചോദിക്കാം? തുമ്മാരാ, നിൻ്റെ പേരെന്താണ് നമുക്ക് ചോദിക്കാം. പക്ഷെ നമ്മളെക്കാട്ടും വലിയ ഒരാളാണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചോദിക്കരുത്. എന്താണ്? ആപ്ക നാം ക്യാ ഹേ. ആപ്പ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പറയണം, നമ്മളോട് വലിയ ആൾക്കാരോട് സംസാരിക്കും കേട്ടോ. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ഹിന്ദിക്കാർ എന്താണ് വർക്ക് ചെയ്യാനൊക്കെ ഇങ്ങോട്ട് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ്? തും എന്നൊക്കെയാണ് പറയല്. അത് ഒരു റെസ്പെക്റ്റും കാണിക്കാത്ത മാതിരിയാണ്. നമ്മൾ എന്ത് സംസാരിച്ച് തുടങ്ങണം? ഇനി ആപ്പ് എന്ന്, താങ്കൾ എന്ന് അല്ലേ, അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. അപ്പോൾ എന്താണ്? ആപ്പ് എന്ന് സംസാരിച്ച് തുടങ്ങണം. ഇനി തും ആപ്പ്, ഇത് തമ്മിലുള്ള വ്യത്യാസം ഇനി മറന്നു പോവില്ലല്ലോ. ഇത് എവിടേക്കാണ് പ്രയോഗിക്കുന്നത് മനസ്സിലായില്ലേ. അപ്പം ഇതേപോലുള്ള കുഞ്ഞു കാര്യമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.